ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും ഉമ്മയും ഫീനൊക്കെ പാടെ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം താത്താൻ്റെ വീട്ടിലേക്ക് പോകുന്നതും പിന്നെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞങ്ങൾ രാവിലെ ഒരു 6:30 ആയപ്പോൾ തന്നെ മാറ്റി ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് പെരുന്നാൾക്ക് എടുത്ത ഡ്രസ്സ് ഇട്ട് കാണിക്കാം. ഇതാണ് ഫീനുവിൻ്റെ ഡ്രസ്സ് വരുന്നത്. ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് വണ്ടി കാത്ത് നിൽക്കുകയാണ്. ഈ സമയത്ത് ഒരു ബസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ആ ബസ് വരുന്നില്ല. ഇവിടേക്ക് എപ്പോഴൊന്നും ബസ്സില്ല, ഇടയ്ക്ക് ഓരോന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഓട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കോട്ടപ്പള്ളയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കോട്ടപ്പള്ളയിലെത്തി. ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് പോകാനുള്ള ബസ്. ഞങ്ങൾ ബസ് വരലൊക്കെ ഒപ്പമായിരുന്നു. എന്തായാലും കൃത്യസമയത്ത് തന്നെ ഓട്ടോ കിട്ടി. അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി നോക്കുമ്പോൾ തീരെ തിരക്കില്ല കേട്ടോ. ആകെ 2-3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങിയതാ താത്താൻ്റെ വീട്ടിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മെയിൻ റോഡിൻ്റെ അവിടെ അല്ല കേട്ടോ വീട്. അപ്പോൾ കുറച്ച് ഉള്ളിലേക്ക് പോകണം. അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. താത്താൻ്റെ വീട് എവിടെയെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. അതായത് കുറ്റിപ്പുറം കഴിഞ്ഞിട്ട് എടപ്പാൾക്ക് അങ്ങോട്ട് എത്തും വേണ്ട, കാലടി എന്ന് പറയൂ കേട്ടോ. ആ ഭാഗത്താണേ. എന്തായാലും ഒരു 2-3 ബസ് കയറിയാലേ കേട്ടോ ഇവിടേക്ക് എത്തുള്ളൂ. കുറച്ച് ലോങ്ങാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. എന്നിട്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓള് പറഞ്ഞു നമുക്ക് ബീച്ചിൽ പോയാലോ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ പോവുകയാണെങ്കിൽ പോവാന്ന്. എന്നിട്ട് ഓളെ പണി ഒരുങ്ങിയിരിക്കണോ? അതും ഒരുങ്ങിയിട്ടില്ല. പിന്നെ ഞാനും ഉമ്മയൊക്കെ പാടെ പണികളെടുത്ത് പെട്ടെന്ന് തീർക്കണം കേട്ടോ ചെയ്തത്. അപ്പം ഞാൻ ആദ്യം കറിയാണ് ഇട്ട് വെക്കുന്നത്. സിമ്പിളായിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അതായത് വെണ്ടയ്ക്ക കറി, തക്കാളി വെണ്ടയ്ക്ക ഇട്ടിട്ട് മല്ലിപ്പൊടി ഇട്ട് വെക്കില്ലേ, ആ കറിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എളുപ്പം വെണ്ടയ്ക്ക അരിഞ്ഞങ്ങോട്ട് ആദ്യം വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് തക്കാളി ഞാൻ കീറിയിടുന്നത്. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് അടുപ്പത്ത് വെച്ചു. തക്കാളിക്ക് വെന്തതിന് ശേഷം വാട്ടിയ വെണ്ടയ്ക്ക് അതിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. പിന്നെ നമ്മൾ കറി തൂമിച്ചെടുക്കണം കേട്ടോ ചെയ്തത്. ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് തൂമിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ മീൻപൊരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ തിരുമ്പി വെച്ചിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് പൊരിച്ചെടുത്തു. അതുപോലെ പയറുപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ പൊന്നാനിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ബസ് ഇറങ്ങി ഇതാ ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടായി ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാ ഞങ്ങൾ ഈ ബോട്ടിലാണ് കേട്ടോ പോകുന്നത്. ഈ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേങ്കിൽ ഭയങ്കര തിരക്ക് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളെ കയറ്റാനും പറ്റില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അടുത്ത ട്രിപ്പിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ബേക്കൊക്കെ നിൽക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അങ്ങനെ ആ ബോട്ട് ആളെ കയറ്റി പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് കയറാനുള്ള ബോട്ടാണ് ഇട്ടേ വരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഈ ബോട്ടിൽ കയറി പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് ആ ബോട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഒരു കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഇതാ അങ്ങോട്ടേക്ക് നടന്നു പോവാണ് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ പെരുന്നാളിൻ്റെ 2ാമത്തെ ദിവസമായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി കേട്ടോ. ഈ സ്ഥലം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ കുട്ടികളും താത്തയൊക്കെ പാടെ കുട്ടികളെയും കൊണ്ട് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. കുട്ടികൾ ഒരുപാട് നേരം കളിച്ചു കേട്ടോ. എന്നിട്ടൊക്കെ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഒരുപാട് കടകളുണ്ട് കേട്ടോ. എങ്ങനത്തെന്ന് വെച്ചാൽ ഈ ഉപ്പിലിട്ട മാങ്ങ, പൈനാപ്പിൾ, നെല്ലിക്ക അങ്ങനത്തെയൊക്കെ പറഞ്ഞ കടകൾ. അവർക്ക് നല്ല കച്ചവടം ഉണ്ട് കേട്ടോ. എല്ലാ മനുഷ്യന്മാരും അത് വാങ്ങി കഴിക്കുന്നുമുണ്ട്. എനിക്കും ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഒരുപാട് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.